YouTube channel അപ്പോൾ നമ്മൾ സബ്സ്ക്രൈബർ നമുക്കൊരു ഫോൺ അയച്ചിട്ട് നന്നാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ ഇട്ടാൽ അതിനോട് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ഗൈസ്. ഹായ് ഗായ്സ്, അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബർ നമുക്കൊരു ഫോൺ അയച്ചു തന്നിട്ടുണ്ട്. റിപ്പയർ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് മെയിൽ അയച്ചിട്ട് നമുക്ക് അയച്ചു തന്നിട്ടുണ്ട്. അപ്പം നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഏത് ഫോണാണ് എന്താണെന്നൊക്കെയുള്ളത് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. എന്തൊരു നോട്ട് എഴുതിയിട്ടുണ്ടല്ലോ. ഓക്കെ, പുള്ളി പറയണത് നമ്മുടെ യൂട്യൂബ് ചാനലിൽ നമ്മൾ റിസ്റ്റോറേഷൻ ചെയ്തത് പുള്ളി കണ്ടിട്ടുണ്ട്. ഈ ഫോൺ പുള്ളിയുടെ വൈഫ് ആണ് ഇങ്ങനെ ആക്കിയത്. അപ്പോൾ ഈ ഫോണൊന്ന് റെഡിയാക്കി പുള്ളിനെ ഹെൽപ്പ് ചെയ്യണമെന്നാണ് പുള്ളി പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് കംപ്ലൈൻറ്റ് എന്ന് നമുക്ക് നോക്കാം. ഓ, പൊട്ടിയിട്ടുണ്ടല്ലോ, ഫ്രണ്ടിലും പേരൊക്കെ പൊട്ടിയിട്ടുണ്ടല്ലോ. ഗായ്സ്, ഫോൺ കണ്ടിട്ട് എടുത്തെറിഞ്ഞതാണെന്ന് തോന്നുന്നുണ്ട്. നമുക്കൊന്ന് അഴിച്ചു നോക്കണം, അകത്തൊക്കെ എന്തൊക്കെ പോയിട്ടുണ്ടെന്ന് നമുക്കൊന്ന് അഴിച്ചു നോക്കാം. ഇത് റെഡ്മിയുടെ നോട്ട് 7 പ്രോ എന്ന് പറഞ്ഞ മോഡലാണ്. നമുക്ക് ആദ്യം സിം അഴിച്ചെടുക്കാം. അതിനുശേഷം ബേക്കിലത്തെ ഗ്ലാസ് റിമൂവ് ചെയ്യണം. ഇതിൻ്റെ കവർ ബേക്കിൽ ഗ്ലാസ് ആണ്, അത് ഗ്ലൂ വെച്ച് ഒട്ടിച്ചിരിക്കുവാണ്. അപ്പോൾ നമ്മളിത് ഹീറ്റ് ചെയ്തിട്ട് വേണം നമുക്കിത് പറിച്ചെടുക്കാൻ. ഇത് ഓൾറെഡി പൊട്ടിയത് കൊണ്ട് നമ്മൾ പറിക്കുമ്പോൾ ശ്രദ്ധിക്കണം, പൊട്ടിയ പീസൊക്കെ അവിടെ പറ്റിപ്പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നന്നായിട്ട് ഹീറ്റ് ചെയ്തിട്ട് നമുക്കിതിൻ്റെ ബാക്ക് ഒന്ന് ആദ്യം പറിച്ചെടുക്കാം. വേറെ കംപ്ലൈൻ്റ് ഒന്നും കാണുന്നില്ല. ടച്ചിൻ്റെ ഡിസ്പ്ലേയും പൊട്ടിയതേ കാണുന്നുള്ളൂ. പിന്നെ ബാക്ക് കേസും. നമുക്ക് ആദ്യം ഈ സ്ക്രൂക്ക് ഒന്ന് റിമൂവ് ചെയ്യാം. വെച്ചാൽ ടച്ചിൻ്റെ സ്ട്രിപ്പ് ബാക്കിലെ കൂടെയാണ് വരുന്നത്. അപ്പോൾ ഈ സബ്ബോർഡിൻ്റെ കവർ നമുക്കൊന്ന് ഊരിയെടുക്കണം. അപ്പോൾ നമുക്ക് ഈ സ്ക്രൂക്ക് ഒന്ന് റിമൂവ് ചെയ്തിട്ട് ഈ സബ്ബോർഡിൻ്റെ കവർ നമുക്കൊന്ന് ഊരിയെടുക്കാം. ഇനി നമുക്ക് ഈ ഡിസ്പ്ലേ ഈ ബോഡി കാർഡിന് പറിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഹീറ്റ് ചെയ്യണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്ലൂ ഇട്ടിട്ടുണ്ടാകും. അപ്പോൾ ആ ഗ്ലൂ ഒക്കെ ഒന്ന് ഇളകി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ബ്ലോവർ വെച്ചിട്ട് സൈഡിൽ നന്നായിട്ടൊന്ന് ഹീറ്റ് ചെയ്ത് കൊടുക്കുക. നല്ലപോലെ ഹീറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഊരുമ്പോൾ പൊട്ടിപ്പോവും. അപ്പോൾ നല്ലപോലെ ഹീറ്റ് ചെയ്തിട്ട് നമുക്കിതൊന്ന് അഴിച്ചെടുക്കാം. നിങ്ങൾക്ക് അഴിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ബ്ലേഡോ അതുപോലുള്ള എന്തെങ്കിലും ഷാർപ്പ് ഒബ്ജക്റ്റ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് അഴിച്ചെടുക്കാം. ഞാനിവിടെ ഉപയോഗിക്കുന്നത് നമ്മുടെ സ്ക്രീൻ ഗാർഡിൻ്റെ കൂടെയുള്ള അതിൻ്റെ പ്രൊട്ടക്ഷൻ ലെയറാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. അത് ഉപയോഗിച്ചിട്ട് നമുക്കിത് നല്ലപോലെ സൈഡിൽ പശയൊക്കെ ഇളക്കിയെടുത്തിട്ട് നമുക്ക് ഈ ടച്ച് ഒന്ന് അഴിച്ചെടുക്കാം.
ഗമ്മൊക്കെ നമ്മൾ നല്ലപോലെ റിമൂവ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് പുതിയ ഗമ്മിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളിവിടെ T900 എന്ന് പറയുന്ന ഗമ്മ് തന്നെയാണ് യൂസ് ചെയ്യണത്. നമുക്ക് ഈ ഫ്രെയിമിനകത്ത് നല്ലപോലെ ഗമ്മിട്ട് കൊടുക്കാം. നമ്മളിവിടെ ഫ്രെയിമിൽ ഗമ്മൊക്കെ ഇട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ നമ്മളിവിടെ ഒരു പുതിയ കോംബോ എടുത്തിട്ടുണ്ട്. റെഡ്മി നോട്ട് 7 പ്രോയുടെ ഒരു ഫസ്റ്റ് ക്വാളിറ്റി ഡിസ്പ്ലേ തന്നെയാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. ഈ ഡിസ്പ്ലേ ആണ് നമ്മൾ ഇതിനകത്തേക്ക് ഫിറ്റ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. അതിന് മുന്നേ നമ്മൾ ഡിസ്പ്ലേയുടെ സ്ട്രിപ്പിൻ്റെ പുറകിലായിട്ട് ഒരു സ്റ്റിക്കർ കാണാം. അപ്പോൾ ആ സ്റ്റിക്കർ പറിച്ചിട്ട് നമുക്ക് ആ ഒരു സ്ട്രിപ്പ് നമ്മുടെ കോംബോയുടെ പുറകിൽ ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ കോംബോ ഈ ഫ്രെയിമിനകത്തേക്ക് ഫിറ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടി ആ സ്ട്രിപ്പ് പോകാനുള്ള ഹോളിലേക്കൂടെ സ്ട്രിപ്പ് നമ്മൾ അകത്തേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം കറക്റ്റായിട്ട് നമ്മുടെ ഫ്രെയിമിൽ നമ്മൾ കോംബോ വെച്ചിട്ട് എല്ലാ സൈഡും ഒന്ന് അമർത്തി കൊടുക്കണം. നല്ല കറക്റ്റായിട്ട് ഫിറ്റ് ആവുന്ന രീതിയിൽ വെച്ച് കൊടുക്കുക. ഓക്കെ, അപ്പോൾ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് റബ്ബർ ബാൻഡ് വെച്ച് ടൈറ്റ് ചെയ്ത് കൊടുക്കണം. അതായത് ഗ്ലൂ സെറ്റാവാൻ വേണ്ടി കുറച്ച് സമയം എടുക്കും. ഒരു ഹാഫ് ആൻ അവറെങ്കിലും നമ്മൾ ഇത് ടൈറ്റായിട്ട് വെച്ച് കൊടുക്കണം. അപ്പോൾ അതിന് നമ്മൾ നല്ല ടൈറ്റായിട്ട് റബ്ബർ ബാൻഡ് നമുക്കൊന്ന് ഇട്ടെടുക്കാം. In the sky, gazing far into the night, I raise my hand to the fire, but it's no use, 'cause you can't stop it from shining through. It's true, baby, let the light shine through. If you believe it's true, baby, won't you let the light shine through for you. അപ്പോൾ നമ്മൾ റബ്ബർ ബാൻഡൊക്കെ വെച്ച് ടൈറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഒരു അരമണിക്കൂർ നമ്മളിത് സെറ്റാവാൻ വേണ്ടി മാറ്റി വെക്കണം. നമ്മുടെ റബ്ബർ ബാൻഡൊക്കെ നമുക്കിനി അഴിച്ചെടുക്കാം. നമുക്ക് നമ്മൾ നേരത്തെ കഴിച്ച ആ കവർ, സപ്പോർട്ടിൻ്റെ കവറ് നമുക്കിട്ടിട്ട് സ്ക്രൂ ചെയ്തെടുക്കാം.
നമുക്ക് ഈ ബോഡിയുടെ സൈഡിലുള്ള ഗമ്മൊക്കെ ഒന്ന് റിമൂവ് ചെയ്തെടുക്കണം. എന്നിട്ട് നമ്മൾ പുതിയ ബാക്ക് പാനൽ ഒട്ടിക്കാൻ വേണ്ടി പോവാണ്. അപ്പം നമ്മളിവിടെ ഗമ്മൊക്കെ റിമൂവ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബാക്ക് പാനൽ നിങ്ങൾക്ക് കാണാം, ഇത് പൊട്ടി നാശമായിട്ടുണ്ട്, കൊള്ളത്തില്ല. നമ്മളൊരു പുതിയ ബാക്ക് പാനൽ ഇവിടെ എടുത്തിട്ടുണ്ട്. അതേ സെയിം കളർ തന്നെ ബാക്ക് പാനൽ നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പം നമുക്കിനി ഈ ബാക്ക് പാനൽ നമുക്ക് ഇതിനകത്തേക്ക് ഒട്ടിച്ചു കൊടുക്കാം. അപ്പം അതിന് മുന്നേ നമുക്ക് ബോഡിയിൽ കുറച്ച് ഗ്ലൂ ഇട്ട് കൊടുക്കാം. Into the night, I raise my hand to the fire, but it's no use, 'cause you can't stop it from shining through. It's true, baby, let the light shine through. If you believe it's true, baby, won't you let the light shine through for you. പിന്നെ നമുക്ക് ബാക്ക് പാനൽ ഒട്ടിച്ചു കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ബാക്കിനകത്തുള്ള സ്റ്റിക്കർ ഒന്ന് ഫിൽ ചെയ്ത് കളഞ്ഞിട്ട് കറക്റ്റായിട്ട് സെറ്റ് ആവുന്ന രീതിയിൽ ബേക്കിൽ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഡിസ്പ്ലേ ഒട്ടിക്കുമ്പോൾ ചെയ്ത പോലെ തന്നെ കറക്റ്റായിട്ട് അത് ഫ്രെയിമിനകത്ത് വെച്ചിട്ട് ഒന്ന് എല്ലാ സൈഡും ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ബാക്ക് പാനലും നമുക്കൊന്ന് റബ്ബർ ബാൻഡ് ഇട്ട് ടൈറ്റാക്കി വെക്കാം. ഇത് ഒരു 10-15 മിനിറ്റെങ്കിലും നമ്മൾ ഒന്ന് സെറ്റ് ആവാൻ വേണ്ടി വെക്കണം, ആ ഗ്ലൂ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട്. ഏകദേശം അരമണിക്കൂറോളമായി. ഇപ്പം നമ്മുടെ ബാക്ക് പാനലും സെറ്റായിട്ടുണ്ടാവും. അപ്പം നമുക്ക് ആ റബ്ബർ ബാൻഡൊക്കെ ഒന്ന് റിമൂവ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും, നമ്മുടെ ഫോൺ ഇവിടെ ഓണായിട്ടുണ്ട്. റെഡ്മിയുടെ ലോഗോ ഒക്കെ വന്നിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് ടച്ചൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടോയെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പം നമ്മുടെ ഫോൺ ഇവിടെ ഓണായിട്ടുണ്ട്. നമുക്ക് പാസ്വേഡ് അറിയത്തില്ല, നമുക്ക് നോക്കാം. അടുത്ത് വന്ന ലെറ്ററിനകത്ത് പാസ്വേഡ് വല്ലതും ഫിൽ ചെയ്തിട്ടുണ്ടോ നോക്കാം. ഓക്കെ, 382368. അപ്പം നമ്മുടെ ഫോൺ ഇവിടെ ലോക്ക് ഓണായിട്ടുണ്ട്. അപ്പം നമുക്ക് ഇനിയും ബ്രൈറ്റ്നെസ്സും അതേപോലെ ടച്ചും ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. നമ്മൾ ഈ ഒട്ടിക്കാൻ ഉപയോഗിച്ച ഗ്ലൂ കുറച്ചൊക്കെ ഈ സൈഡിലേക്ക് പുറത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വെള്ളം കൊണ്ടൊന്ന് ചിരണ്ടിയിട്ട് നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം. എന്നിട്ട് നമ്മുടെ ഫോൺ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് ഒരു സ്ക്രീൻ ഗാർഡ് കൂടി ഒട്ടിച്ചു കൊടുക്കാം. അതിനുവേണ്ടി നന്നായിട്ട് നമുക്ക് ഇതൊക്കെ ഒന്ന് വൈപ്പ് ചെയ്ത് ക്ലീൻ ചെയ്തെടുത്തിട്ട് നമുക്ക് പുതിയൊരു സ്ക്രീൻ ഗാർഡ് ഇതിന് മുകളിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം.
അപ്പോൾ ഗൈസ് നമ്മുടെ ഫോൺ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക. അതേപോലെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ആ ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയി കാണുന്നത് വരെ ടേക്ക് കെയർ, ബൈ.